പ്രിയമുള്ളവരെ, നമ്മൾ ഇൻട്രൊഡക്ഷൻ ടോക്കിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് അൻസിമോൾ ജോസഫാണ്. ശാലോം ശുശ്രൂഷകയായ സഹോദരിയോട് ചേർന്ന് നമുക്ക് കർത്താവിൻ്റെ വചനം ധ്യാനിക്കാം. ഇന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ തിരഞ്ഞെടുത്ത പ്രത്യേകമായൊരു ദിവസമാണ്. ഇന്ന് രക്ഷയുടെ ദിവസമാണ്. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് കർത്താവ് തിരഞ്ഞെടുത്ത ഒരു ദിവസമാണ്. കാരണം ജാഗരണ പ്രാർത്ഥന അല്ലെങ്കിൽ നൈറ്റ് വിജിൽ എന്നൊക്കെ ഒരു വാക്ക് കേൾക്കുവാൻ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ 25 വർഷങ്ങൾക്ക് മുമ്പ് ബ്രദർ ജോസ് കാപ്പനിലൂടെ ഷാലോമിന് വെളിപ്പെടുത്തി തന്നതാണ് ഈ ശുശ്രൂഷ. അന്ന് കർത്താവ് പറഞ്ഞു, ജാഗരണ പ്രാർത്ഥന ആരംഭിക്കുക, നൈറ്റ് വിജിൽ. അത് ലോകത്തെ അനുഗ്രഹിക്കുവാൻ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത് മാറ്റിവെച്ചിരിക്കുന്ന ദിവസമാണ്. എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളും വലതുകരം ഉയർത്തി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രക്ഷ സൗജന്യമായി നമുക്ക് ദൈവം നൽകുന്ന ദിവസമാണ്. അതുകൊണ്ട് ഒരു വ്യവസ്ഥയുമില്ല. ഇന്ന് ബറാബാസിനെ മോചിപ്പിച്ചതുപോലെ ഒരു വ്യവസ്ഥയില്ലാതെ, വിചാരണയില്ലാതെ കർത്താവ് നമുക്ക് രക്ഷ നൽകും. അത് നാം എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും എവിടെ ഇരുന്ന് വിളിച്ചാലും ദൈവം കേൾക്കുന്ന ദിവസമാണിത്. ഒരിക്കൽ കൂടി വലതുകരം ഉയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ രക്ഷ നമ്മൾ സ്വന്തമായി സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, ഏത് മേഖലയിൽ ദൈവത്തിൻ്റെ രക്ഷ നമുക്ക് ആവശ്യമുണ്ടോ ആ മേഖലകളിലേക്ക് സ്വന്തമായി സ്വീകരിക്കുവാൻ പോവുകയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ സാന്നിധ്യമുണ്ട്. വിശുദ്ധാത്മാക്കൾ ഇവിടെയുണ്ട്. സർവശക്തനായ ദൈവമായ യേശു ക്രിസ്തു രാജാതിരാജനായ ഈ സ്റ്റേജിലുണ്ട് നമ്മെ അനുഗ്രഹിക്കുവാൻ. അതുകൊണ്ട് പരിശുദ്ധ മാലാഖമാരോടും വിശുദ്ധരോടും പരിശുദ്ധ അമ്മയോടും ചേർന്ന് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തി എൻ്റെ നിയോഗങ്ങളെ ദൈവതിരുസന്നിധിയിൽ കൊടുത്തുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ചുകൊണ്ട്, വിശുദ്ധരുടെ മാധ്യസ്ഥം ചോദിച്ചുകൊണ്ട് സ്വരമുയർത്തി നമുക്കൊന്ന് കർത്താവിനെ ആരാധിക്കാം. ഈ രക്ഷയുടെ ദിവസം ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ദൈവം ഞാൻ എവിടെ നിന്ന് വിളിക്കുന്നുവോ അവിടേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകളൊന്നടച്ച് നമ്മുടെ അടുക്കൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയോട് നമുക്കൊന്ന് ചേർന്ന് നിൽക്കാം. ഈശോയുടെ പരസ്യ ജീവിതകാലം മുഴുവൻ പരിശോധിച്ചാൽ ജനനം മുതൽ മരണവും സംസ്കാരവും വരെ പരിശുദ്ധ അമ്മ ഈശോയെ ഒരിക്കലും പിരിയാതെ പിന്നാലെ ഉണ്ടായിരുന്നു, ചേർന്ന് നിന്നിരുന്നു. ഇത് മനസ്സിലാക്കിയ ഈശോ താൻ ഭൂമിയിൽ നിന്നും വേർപെടുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് എപ്പോഴും ചേർന്ന് നിർത്തുവാൻ പ്രാപ്തിയുള്ളതും സ്നേഹമുള്ളതും കഴിവുള്ളതും ആരെയെന്ന് തിരിച്ചറിഞ്ഞ ഈശോ അമ്മയെ നമുക്ക് ദാനമായി നൽകി. ആ അമ്മയോട് നമ്മൾ ചേർന്ന് നിന്നാൽ, നിന്നെ എനിക്ക് വേണ്ട എന്ന് ഞാൻ എപ്പോൾ പറയുന്നുവോ അപ്പോഴല്ലാതെ ബാക്കി എല്ലായ്പ്പോഴും പരിശുദ്ധ അമ്മ നിന്നോടും എന്നോടും കൂടെയുണ്ട്. എൻ്റെ ഏത് പ്രതിസന്ധിയിലും, എൻ്റെ ഏത് അപമാനത്തിലും, എൻ്റെ കണ്ണുനീരിലും, എൻ്റെ തളർച്ചയുടെ നിമിഷത്തിലും അമ്മ ചേർന്ന് നിൽക്കും. ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്യും.
ആരും നിനക്ക് വേണ്ടി വാദിച്ചില്ലെങ്കിലും അമ്മ നിനക്ക് വേണ്ടി വാദിക്കും. ആ അമ്മയെ മാലാഹവൃന്ദങ്ങളോട് ചേർന്ന്, സ്വർഗത്തോടും ഭൂമിയോടും ചേർന്ന് നമുക്കൊന്ന് പ്രകീർത്തിക്കാം. വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഉറക്കെ ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. നമ്മൾ തുടക്കം മുതലേ കേൾക്കുന്നതാണ്, ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്, നമുക്ക് രക്ഷ പ്രദാനം ചെയ്യുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ദിവസമാണ് എന്ന്. അതുകൊണ്ട് തന്നെ കർത്താവ് നമുക്കിന്ന് നൽകുന്ന സന്ദേശം, ഇന്ന് ദൈവം നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ്. നിയമാവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം നമുക്ക് സുപരിചിതമാണ്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. ഹല്ലേലൂയ. വലതുവരുത്തി പറഞ്ഞാലോ? ഹല്ലേലൂയ. നന്നായിട്ട് ഹല്ലേലൂയ. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവം നമുക്ക്, ചിലപ്പോഴല്ല, ചില സമയങ്ങളിലല്ല, എപ്പോഴൊക്കെ വിളിച്ചപേക്ഷിക്കുന്നു അപ്പോഴൊക്കെ ദൈവം നമുക്ക് സമീപസ്ഥനാണ്. അങ്ങനെ ആയിരിക്കുന്ന ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത് എന്നാണ് തിരുവചനം ചോദിക്കുന്നത്. ഏത് ജനതയാണ് ഉള്ളത്? നല്ല തിരുവചനം പറയുന്നത് മറിച്ച് ഏത് ശ്രേഷ്ഠ ജനതയാണ്? ദൈവം ചേർന്നിരിക്കുന്ന ജനത, അത് ശ്രേഷ്ഠ ജനതയാണ്. നമ്മൾ ഓരോരുത്തരും ശ്രേഷ്ഠരാണ് എന്നാണ് തിരുവചനം പറയുന്നത്. അതുകൊണ്ട് കർത്താവ് നമുക്കിന്ന് നൽകുന്ന ഈ തിരുവചനം അത് നമ്മുടെ സ്വന്തമായി സ്വീകരിക്കാം. നമ്മുടെ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ച്, കണ്ണുകളൊന്ന് അടച്ച്, എൻ്റെ കർത്താവ് ഇന്ന് ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്കവൻ സമീപസ്ഥനായിരിക്കും, എന്നെ അവൻ കൈവിടുകയില്ല. ഈ വചനം എൻ്റേതാക്കി ഒന്ന് ഏറ്റുചൊല്ലി സ്വന്തമാക്കാമോ? ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം എൻ്റെ ദൈവം എനിക്ക് സമീപസ്ഥനായിരിക്കും. എൻ്റെ ദൈവം എനിക്ക് സമീപസ്ഥനായിരിക്കും. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം എൻ്റെ ദൈവം എനിക്ക് സമീപസ്ഥനായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. പ്രിയപ്പെട്ടവരെ, ഇടുക്കി സ്വദേശിയായ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ, സഹശുശ്രൂഷകൻ, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞത് ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് മോൾ ജനിച്ച് 12 ദിവസം കഴിഞ്ഞപ്പോൾ അറിയുകയാണ്, ഹൃദയത്തിന് 2 വലിയ ഹോളുകളുണ്ട്. 12 ദിവസമേ ആയിട്ടുള്ളൂ, 12 വയസ്സല്ല, 12 ദിവസമായ കുഞ്ഞു മോൾക്ക് ഹൃദയത്തിന് 2 വലിയ ഹോളുകളുണ്ട്. എറണാകുളത്തെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു, ഓപ്പൺ ഹാർട്ട് സർജറി വേണം. ചിന്തിച്ചു നോക്കാം, ഒരു പിതാവിൻ്റെ, മാതാവിൻ്റെ ഹൃദയഭേദകമായ ഒരു അവസ്ഥയാണ്. വെറും 12 ദിവസം മാത്രമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ഹൃദയം തുറന്ന് ശസ്ത്രക്രിയ നടത്തുക എന്ന് പറഞ്ഞാൽ ആർക്കും ഹൃദയം തുറന്നു പോകുന്ന ഒരു വാർത്തയാണത്. ഈ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു വശത്തെ പിഞ്ചു കുഞ്ഞിനെ കീറിമുറിക്കുന്നത് എങ്ങനെയെന്ന് ഓർക്കാൻ പോലും പറ്റുകയില്ല, മറുവശത്ത് വലിയ സാമ്പത്തിക ചെലവുള്ള ഒരു ഓപ്പറേഷൻ താങ്ങാനാവുകയില്ല. അതിനേക്കാളെല്ലാം ഈ കുഞ്ഞിനെ എങ്ങനെ കീറിമുറിക്കും? ഈ മനുഷ്യൻ എന്നിട്ട് പറയുകയാണ്, ആ ഹോസ്പിറ്റലിൽ ചാപ്പലൊന്നുമില്ല, കത്തോലിക്ക ഹോസ്പിറ്റലുകളുള്ളതുപോലെ ചാപ്പലൊന്നും ഹോസ്പിറ്റലില്ല. അദ്ദേഹം നേരെ പോയി അവിടെ കണ്ട ഒരു ടോയ്ലറ്റിൽ കയറി വാതിലടച്ചു. എന്നിട്ട് ടാപ്പ് തുറന്നിട്ടു. നമ്മളിൽ പലരുമൊക്കെ ഇത് ചെയ്യാറുണ്ട് അല്ലേ? ഈ ടാപ്പ് തുറന്നിട്ട് ഉറക്കെ വെള്ളം പുറത്തേക്ക് പോകുന്ന ശബ്ദം ഈ മനുഷ്യൻ അവിടെ നിന്ന് നിലവിളിച്ചു, ദൈവമേ, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ കത്തിവെക്കാൻ അനുവദിക്കരുതേ, എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തണമേ എന്ന്. എന്നിട്ട് ഈ മനുഷ്യൻ ചെയ്തത്, അവിടെ നിന്ന് കുറെ സമയം ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ
ശരീരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്ന് നിറഞ്ഞു. കരമടിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം, പ്രിയപ്പെട്ടവരെ, ഈ അക്രൈസ്തവമായി ഈ ഹോസ്പിറ്റലിൻ്റെ ടോയ്ലറ്റിനുള്ളിലേക്ക് ആ മനുഷ്യൻ അവിടെ നിന്ന് വിളിച്ചപ്പോൾ സർവശക്തനായ ദൈവം ടോയ്ലറ്റിനുള്ളിലേക്ക് ഇറങ്ങി വന്ന് ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടവരുത്തി. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ കേട്ട വചനം, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം എൻ്റെ ദൈവം എനിക്ക് സമീപസ്ഥനാണ് എന്ന് ഈ മനുഷ്യൻ തിരിച്ചറിയുകയായിരുന്നു. പിന്നീട് ഇദ്ദേഹം കുഞ്ഞിൻ്റെ ഓപ്പറേഷനൊക്കെ നടത്തണം. ഈ ഹോസ്പിറ്റലിൽ ഒരുപാട് ചിലവാണ്, അതുകൊണ്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് തീരുമാനിച്ച് മറ്റൊരു ഹോസ്പിറ്റലിൽ സർജറിക്കുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനു മുമ്പുള്ള എക്കോ എടുത്തപ്പോൾ അത് പരിശോധിച്ചിട്ട് പ്രമുഖ ഡോക്ടർ പറഞ്ഞു, കുറച്ച് കഴിയട്ടെ, ഇപ്പോൾ ഒരു ഓപ്പൺ ഹാർട്ട് സർജറിയുടെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അവർ ആ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിപ്പോരുകയാണ്. മടങ്ങിപ്പോന്ന് ഇദ്ദേഹത്തിന് പരിചയമുള്ള ഒരു പീഡിയാട്രിഷ്യനെ ഈ രണ്ട് റിസൾട്ടുകളും കാണിച്ചപ്പോൾ ഈ ആദ്യത്തെ റിസൾട്ടും അതുപോലെ രണ്ടാമത്തെ റിസൾട്ടും, ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ച് ചെന്ന ഹോസ്പിറ്റലിലെ രണ്ടാമത്തെ റിസൾട്ടും വച്ച് ഈ പീഡിയാട്രിഷ്യൻ പരിശോധിച്ചപ്പോൾ അക്രൈസ്തവനായ ഈ ഡോക്ടർ അവിടെ നിന്ന് പറയുകയാണ്, അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, വൗ, എ മിറക്കിൾ, ഒരത്ഭുതം. ആ ഡോക്ടർ അത്ഭുതപ്പെടുകയാണ് ഒരത്ഭുതം കണ്ടിട്ട്. ഈ ആദ്യത്തെ എക്കോ ടെസ്റ്റിൽ വന്ന റിപ്പോർട്ടും അതുപോലെ ഈ മനുഷ്യൻ ടോയ്ലറ്റിൽ കയറി നിന്ന് ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എടുത്ത എക്കോ ടെസ്റ്റും തമ്മിൽ നോക്കിയിട്ട് ഇനി ഈ കുഞ്ഞിന് ഒരു സർജറിയുടെ ആവശ്യമില്ല. ഈ ഹോളുകൾ വളരെയധികം ചെറുതായിരിക്കുന്നു, ഇനിയൊരു സർജറി ആവശ്യമില്ല. ഏതാനും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഹോളുകൾ താനെ അടഞ്ഞുകൊള്ളും. കരം നന്നായി ഉയർത്തി കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ കരങ്ങൾ അടിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിലവിളിക്കുന്നിടത്തേക്ക് ദൈവം ഇറങ്ങി വരുന്നത് ഹോസ്പിറ്റലിലാണെന്നോ, ടോയ്ലറ്റ് ആണെന്നോ, സിംഹക്കുഴിയാണെന്നോ, പൊട്ടക്കിണറാണെന്നോ എന്നും ദൈവത്തിനൊരു പ്രശ്നമല്ല. ശരിയല്ലേ? പൊട്ടക്കിണറിൽ നിന്ന് കിടന്ന് നിലവിളിച്ചപ്പോൾ പൊട്ടക്കിണറിനുള്ളിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ആരാ? ജോസഫ്. അതെ, ജോസഫിന്റെ നിലവിളി കേട്ട ദൈവം പൊട്ടക്കിണറിൽ ഇറങ്ങി വന്നവനെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി. അതുപോലെ സിംഹക്കുഴിയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നില്ലേ? ദാനിയേൽ, അല്ലേ? ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു. അതെ, ബാബിലോണെന്നോ സിംഹക്കുഴിയെന്നോ കർത്താവിന് ഒരു പ്രശ്നമല്ല. അവിടത്തേക്ക് എവിടെ വേണമെങ്കിലും നീ എവിടെ നിന്ന് വിളിച്ചാലും അവിടേക്ക് കടന്നു വരുവാൻ ശക്തനാണ് സർവശക്തനായ ദൈവം. പ്രിയപ്പെട്ടവരെ, 56-ാം സങ്കീർത്തനം 8-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നില്ലേ, നിന്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ അവൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവയെല്ലാം അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. നമ്മുടെ നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ കരയുകയല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ സാധിക്കാത്ത ചില നിമിഷങ്ങളിൽ നമ്മുടെയൊക്കെ ടോയ്ലറ്റുകൾ പ്രാർത്ഥനാ ഭവനങ്ങളായി മാറിയിട്ടില്ലേ? കരഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് കണ്ണുനീരൊഴുക്കാൻ കഴിയാതെ മടിച്ചിട്ട് നാണം കെട്ടിട്ട് നമ്മൾ ടാപ്പ് തുറന്ന് വെള്ളം കോരി ഒഴിച്ചൊഴിച്ചൊഴിച്ച് നമ്മുടെ കണ്ണുനീരും അയച്ചു കളയുമ്പോൾ കണ്ണുനീർ കണങ്ങൾ വേർതിരിച്ചെടുക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കുകയില്ല. നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന് സാധിക്കുകയില്ല, ജീവിത പങ്കാളിക്ക് സാധിക്കുകയില്ല. നിന്റെ മുഖത്തുകൂടെ ഒഴുകുന്ന നിന്റെ കണ്ണീർ കണങ്ങൾ വേർതിരിച്ചെടുത്ത് കുപ്പിയിൽ ശേഖരിക്കുവാനും ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുവാനും കഴിയുന്ന ഒരു കർത്താവുണ്ട്. അവനാണ് നീ എവിടെ നിന്ന് വിളിച്ചാലും അവിടേക്ക് ഇറങ്ങി വരുന്ന ദൈവം. വലതുകരം ഉയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് ഇന്ന് രാത്രി, ഈ ദിവസം ദൈവം സൗജന്യമായി രക്ഷ നൽകുന്ന ഇന്നത്തെ ദിവസം നാം വിളിച്ചപേക്ഷിക്കുന്നത്. 2010 ചിലിയിൽ ഒരു ഗോൾഡ് മൈൻ ദുരന്തമുണ്ടായി. നിങ്ങൾ ഒരുപക്ഷെ വാർത്തയിലൊക്കെ വായിച്ചിട്ടുണ്ടാവാം, പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവാം. അന്ന് ഈ സംഭവം ഉണ്ടാകുമ്പോൾ 33 ഖനി തൊഴിലാളികൾ 2300 അടി താഴ്ചയിൽ കുടുങ്ങിപ്പോയത് 1-2 ദിവസമല്ല, മറിച്ച് 69 ദിവസമാണ് ഈ തൊഴിലാളികൾ ഈ ഖനിക്കുള്ളിൽ 2300 അടി താഴ്ചയിൽ കുടുങ്ങിപ്പോയത്.
അവരുടെ ബന്ധുക്കൾ ആ മരുഭൂമിയിൽ തമ്പടിച്ച് പ്രാർത്ഥന ആരംഭിച്ചു. ഇവരുടെ ഡെഡ് ബോഡി മാത്രം 33 ഡെഡ് ബോഡി പ്രതീക്ഷിച്ചിരിക്കെ 69 ദിവസങ്ങൾക്ക് ശേഷം 33 പേരും അത്ഭുതകരമായി പുറത്തു വന്നു. പ്രിയപ്പെട്ടവരെ, അതിൽ അങ്ങനെ പുറത്തു വന്ന ഒരു ഖനിത്തൊഴിലാളി സാക്ഷ്യപ്പെടുത്തിയത് എങ്ങനെയാണ്, പറഞ്ഞത് എങ്ങനെയാണ്? ഈ അപകടമുണ്ടായ സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മരിയ ഗോരെ എന്നു പേരുള്ള ഒരു 63കാരൻ പെട്ടെന്ന് ഞങ്ങളുടെ ആത്മീയ നേതാവായി ഉയർന്നു. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ ആ ഖനിക്കുള്ളിൽ ചെറിയൊരു ദേവാലയം തന്നെ തീർക്കുകയായിരുന്നു. ഞങ്ങളുടെ കരങ്ങളിൽ ഉണ്ടായിരുന്ന ക്രൂശിത രൂപം എടുത്തു വെച്ച്, ഞങ്ങളുടെ കരങ്ങളിൽ ഉണ്ടായിരുന്ന വിശുദ്ധരുടെ രൂപങ്ങൾ എടുത്തു വെച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ജപമാലകൾ അർപ്പിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ 2300 അടി താഴ്ചയിൽ അനുഭവിക്കുവാൻ സാധിച്ചു. ഹല്ലേലൂയ! ദൈവത്തെ സ്തുതിക്കണ്ടേ? ഹല്ലേലൂയ! ഹല്ലേലൂയ! പ്രിയപ്പെട്ടവരെ, ഇവർ പറയുന്നത് നമുക്കറിയാം, 69 ദിവസം ഖനിക്കുള്ളിൽ കഴിയണമെങ്കിൽ ഭക്ഷണമില്ല, വേണ്ടത്ര വായുവില്ല, വെള്ളമില്ല. പക്ഷേ ഈ 33-ൽ 32 പേരും നല്ല ആരോഗ്യമുള്ളവരായിട്ടാണ് ഖനിക്ക് പുറത്തെത്തിയത്. ഹല്ലേലൂയ! ഹല്ലേലൂയ! ഒരാൾക്ക് മാത്രം അല്പം പനി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് എത്രമേൽ താഴ്ന്ന ഒരവസ്ഥയിലാണെങ്കിലും ഭൂമിക്കടിയിൽ നിന്നും ദൈവത്തെ വിളിച്ചാലും ദൈവം എവിടേക്ക്? ഞാൻ എവിടെ നിന്ന് വിളിക്കുന്നു അവിടേക്ക് എൻ്റെ കർത്താവ് ഇറങ്ങി വരികയല്ല അല്ലേ? വരുമോ? ഉറപ്പാ? അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി നമുക്ക് വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വചനം എൻ്റേതാക്കി മാറ്റ്, എൻ്റെ ജീവിത സാഹചര്യങ്ങളുടേതാക്കി മാറ്റ്, എൻ്റെ സ്വന്തമാക്കി മാറ്റ്, എൻ്റെ കുടുംബത്തിൻ്റെതാക്കി മാറ്റ്, എൻ്റെ വ്യാപാരത്തിൻ്റെതാക്കി മാറ്റ്, എൻ്റെ കൃഷിയിടങ്ങളുടേതാക്കി മാറ്റ്, എൻ്റെ ആരോഗ്യ മേഖലയിലേക്ക് കർത്താവിനെ ക്ഷണിക്ക്. ഏറ്റുചൊല്ലാം, ഏറ്റുപറയാം, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം, വിശ്വാസത്തോടെ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് സമീപസ്ഥനാണ്, എനിക്ക് സമീപസ്ഥനാണ്, എനിക്ക് സമീപസ്ഥനാണ്. ഹല്ലേലൂയ! 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 ഒരു പ്രഭാതത്തിൽ ഒരു വീട്ടമ്മ ഉണർന്നെഴുന്നേൽക്കുന്നത് അപ്രതീക്ഷിതമായ, പരിചിതമല്ലാത്ത ഒരു വലിയ ശബ്ദം കേട്ടുകൊണ്ടാണ്. അവരങ്ങനെ ഈ ശബ്ദം കേട്ട് ഉള്ളിൽ വലിയൊരു ആളലോടുകൂടി പുറത്തിറങ്ങി നോക്കുമ്പോൾ വീടിന് പുറകിൽ നിന്ന്, കുന്നിൻ്റെ മുകളിൽ നിന്ന് ഉരുള് പൊട്ടി ഒഴുകി വരികയാണ്. ശ്വാസം നിലച്ചതുപോലെയായിപ്പോയി. എന്താ ചെയ്യുക? അവർ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ, ഈ ഉരുള് പൊട്ടി ഒഴുകി വരുമ്പോൾ അതിന് നടുവിലായിട്ട് ഒരു വലിയ പാറ ഒഴുകി ഇങ്ങനെ വരികയാണ് ഈ വീടിനെ ലക്ഷ്യമാക്കി. അത് വന്ന് ഈ വീടിന് മുകളിലേക്ക് പതിച്ചാൽ നീലപ്പരിശായി പോകും. വീട്ടിൽ കിടന്നുറങ്ങുന്ന ഭർത്താവ്, കുഞ്ഞുങ്ങള്, സഹോദരങ്ങള്, മാതാപിതാക്കള് എന്തു ചെയ്യും? ഈ വീട്ടമ്മ അവിടെ നിന്ന് ഒറ്റ നിലവിളിയാണ്, എൻ്റെ യേശുവേ. ദൈവം പ്രാർത്ഥന കേട്ടോ? ഉരുൾപൊട്ടൽ അവിടെ നിന്നോ? ഇല്ല. അതുകൊണ്ട് കർത്താവ് പ്രാർത്ഥന കേൾക്കാത്തവനാണെന്നും ഇറങ്ങി വരാത്തവനാണെന്നും ചിന്തിക്കരുതേ. ഈ പാറയുണ്ടല്ലോ, പാറ അവിടെ നിന്നു. ഈ പാറ യേശുവിന്റെ നാമത്തിൽ, യേശുവേ എന്നുള്ള നിലവിളിയുടെ മുമ്പിൽ ഈ പാറ അവിടെ നിന്നു. തകർക്കുവാൻ വന്ന ഈ പാറ ഈ ജലം മുഴുവനും ഇരുവശത്തേക്ക്, വീടിന്റെ ഇരുവശത്തേക്ക് മുഴുവൻ വകച്ചു വിട്ടു. ഇരുവശത്തുകൂടെ ജലം ഒഴുകിപ്പോയി. ഒഴുകി വന്ന കല്ലും പാറകളും അതുപോലെ മരങ്ങളും എല്ലാം ഈ വീടിന്റെ ഇരുവശത്തുകൂടെ ഒഴുകിപ്പോയി. തകർക്കുവാൻ വന്ന ഈ പാറ തന്നെ ദൈവം സംരക്ഷകനായി ആ നിലവിളിക്ക് മുമ്പിൽ ഇറങ്ങി വന്നുകൊണ്ട് അവിടെ തടഞ്ഞു നിർത്തി. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ! ഹല്ലേലൂയ! പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവാണ്. ഈശോ പറഞ്ഞിട്ടില്ലേ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. യോഹന്നാന്റെ സുവിശേഷം 14:17 വ്യക്തമായി ഈശോ പറയുന്നുണ്ട്, എൻ്റെയും നിങ്ങളുടെയും നാം എവിടെയായിരിക്കുന്നോ അവിടേക്ക്, അടുക്കലേക്ക് അവിടുന്ന് വരും.
പുറപ്പാട് 20:24 സർവശക്തനായ ദൈവം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത മേഖലകളിൽ എവിടെയാണ് എൻ്റെ ദൈവം ഇറങ്ങി വരേണ്ടത്? ഞാൻ ഇന്ന് ഭാഗ ഉടമ്പടിയിൽ ഒരു തരിശു ഭൂമിക്ക് മുമ്പിലാണോ നിൽക്കുന്നത്? എന്നെ എൻ്റെ മാതാപിതാക്കൾ പറ്റിച്ചെന്നോ സഹോദരങ്ങൾ പറ്റിച്ചുവെന്നോ ഉള്ള ചിന്ത എനിക്കുണ്ടോ? എൻ്റെ വ്യാപാര മേഖലകളിൽ എൻ്റെ ഫലരഹിതമായ ചില വ്യാപാര മേഖലകളിലാണോ എനിക്കുള്ളത്? എൻ്റെ കൃഷിയിടങ്ങൾ ഫലരഹിതമാണോ? വിവാഹം കഴിഞ്ഞിട്ടും എൻ്റെ ഉദരം ഫലരഹിതമാണോ? സഹോദരങ്ങളെ, അബ്രാഹവും ലോത്തും പുറപ്പെട്ടത് ദൈവത്തിൻ്റെ വിളി കേട്ടാണ്. എന്നാൽ അവർ വർദ്ധിച്ചു പെരുകിയപ്പോൾ ഇരുവരും തമ്മിൽ ക്ലാഷ് ഉണ്ടാകാതിരിക്കാൻ അവർ തമ്മിൽ പിരിയുകയാണ്. ലോത്തിനോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം. ജോർദാൻ ഫലസമൃദ്ധമായിരുന്നു. ലോത്ത് അവിടം തെരഞ്ഞെടുത്തു. പിന്നെയുള്ളത് വെറും തരിശുഭൂമിയാ. അവിടെ നിന്ന് അബ്രഹാം ദൈവത്തെ വിളിച്ചു. കർത്താവ് പറഞ്ഞു, നീ മുമ്പോട്ട് നോക്ക്, പുറകോട്ട് നോക്ക്, എല്ലാ വശങ്ങളിലേക്ക് നോക്ക്. അവിടേക്ക് മുമ്പോട്ട് നടക്ക്, പുറകോട്ട് നടക്ക്, ഇടത്തേക്ക് നടക്ക്, വലത്തേക്ക് നടക്ക്. നീ കണ്ണുയർത്തി നോക്കുന്ന നിന്റെ കാഴ്ചയിൽപ്പെട്ടത് മുഴുവനും ഞാൻ നിനക്ക് നൽകും. ഈ സ്ഥലമാണ് പ്രിയപ്പെട്ടവരെ പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശമായി ദൈവം മാറ്റിയത്. കരമുയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവമാണ് നിന്റെയും ദൈവം. ആ ദൈവമാണ് നീ ഇന്ന് നിന്റെ ഏത് തരിശു ഭൂമിയിൽ ഫലരഹിതമായ സ്ഥലത്ത് നിന്ന് നീ നിലവിളിച്ചാലും അവിടേക്ക് കടന്നു വരുന്ന കർത്താവ്. ആ കർത്താവ് അവിടെ കടന്നു വന്ന് അബ്രാഹത്തെ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ജീവിതത്തെ, നിന്റെ വ്യാപാര മേഖലകളെ, നിന്റെ പഠന മേഖലകളെ, നിന്റെ ഉദരത്തെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ കർത്താവിനെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത് ഈ രാത്രിയിൽ. എവിടെയാണ്? ആരോഗ്യ മേഖലയിലാണോ നിനക്ക് ദൈവത്തിൻ്റെ സാമീപ്യം ആവശ്യമുള്ളത്? അവിടുത്തോട് പറ. നിന്റെ വിദ്യാഭ്യാസ മേഖലകളിലാണോ, സാമ്പത്തിക മേഖലകളിലാണോ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരേണ്ടത്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ചിലരെന്നല്ല, ചിലരൊക്കെ എന്നല്ല, പിന്നെ ആരാ? എല്ലാവരും രക്ഷ പ്രാപിക്കും. കാരണം അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമുക്കറിയാം 4:12 പറയുന്നത് എന്താ? നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വചനം. ആകാശത്തിന് കീഴിൽ പറയാം, മനുഷ്യരുടെ രക്ഷയ്ക്കായി വേറൊരു നാമവും. പിന്നെ ആരുടെ നാമമാ? ഉറക്കെ പറയാവോ? യേശുനാമം. യേശുനാമമല്ലാതെ, കാരണം ഈ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടും, എല്ലാവരും രക്ഷിക്കപ്പെടും. കാരണം ഈശോ കർത്താവ് പറയുകയാണ് ഇങ്ങനെ, 12-ാമത്തെ റോമാ 10:12 13 തൊട്ട് മുമ്പുള്ള വചനത്തിൽ പറയുകയാണ്, ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ ആർക്കും ദൈവത്തിന് വ്യത്യാസമില്ല. ഒരു ദൈവമേ ഉള്ളൂ. ഗ്രീക്കുകാരനും യഹൂദനും അക്രൈസ്തവനും ക്രൈസ്തവനും കത്തോലിക്കനും അകത്തോലിക്കനും ഒക്കെ ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ഏത് വർഗത്തിൽപ്പെട്ടവനും ഏത് ഭാഷയിൽപ്പെട്ടവനും ഏത് ഗോത്രത്തിലും നിറത്തിലുമുള്ളവനാണെങ്കിലും യേശു മാത്രമേ ഒരു ദൈവമുള്ളൂ. അവനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും, മാറ്റി നിർത്തപ്പെടാതെ. അതുകൊണ്ട് ഇന്ന് ദൈവതിരുസന്നിധിയിൽ നമുക്ക് യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ എൻ്റെ ജീവിതം വെച്ചു കൊടുക്കുക. ഒരുപാട് കാലമായോ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഒരുപാട് കാലമായോ കർത്താവിനോട് എൻ്റെ നിയോഗങ്ങൾ പറയുന്നു. എന്നിട്ടും കാത്തിരുന്നിട്ടും ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നില്ല, സൗഖ്യം പ്രാപിക്കുന്നില്ല. കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ എന്നെ തളർത്തിക്കളയുന്നു, തകർച്ചകൾ മാത്രമേ എനിക്കുള്ളൂ. എന്നാൽ എങ്ങനെയാണ് ഞാൻ കർത്താവിനോട് നിലവിളിക്കേണ്ടതെന്ന്, വിളിച്ചപേക്ഷിക്കേണ്ടത് എന്ന് ലൂക്കായുടെ സുവിശേഷം 18:38 തിരുവചനത്തിൽ പറയുന്നു. ഓർക്കാം, ഒരു നിമിഷം ധ്യാനിക്കാം. അത് ഈശോ ജെറിക്കോയിലൂടെ കടന്നു പോവുകയായിരുന്നു. ഒരു അന്ധയാചകൻ അവിടെ ഇരിക്കുന്നത് അവിടെ കാണാം നമുക്ക്. അവൻ അറിഞ്ഞു യേശുവാണ് പോകുന്നത് എന്ന്. അവൻ വിളിച്ചു,
ദാവീദിന്റെ പുത്രനായ യേശുവേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന്. പക്ഷേ യേശു ഇതൊന്നും ഗവനിച്ചില്ല. അവൻ മുമ്പോട്ട് പോയി. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, മിണ്ടാതിരിക്കടാ. അത് കേട്ടപ്പോൾ അവൻ വീണ്ടും അതിനേക്കാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യേശുവിനെ വിളിച്ചു. പിന്നെ സംഭവിച്ചത് 18:40 തിരുവചനം ഇങ്ങനെയാണ്: അവൻ അവിടെ നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ യേശു അവിടെ നിന്നു. യേശുവിനെ, ദൈവത്തെ അവിടെ പിടിച്ചു നിർത്തുവാൻ മാത്രം ശക്തമായിരുന്നു ആ അന്ധയാചകന്റെ പ്രാർത്ഥന. ഞാനും നിങ്ങളും ഇപ്പോൾ എവിടെയായിരുന്നാലും, ആരുടെ അടുക്കലായിരുന്നാലും, മിണ്ടാതിരിക്കടാ, നിനക്ക് നാണമില്ല എന്ന് പറയുന്നവരുടെ അടുത്താണെങ്കിലും യേശുവിനെ നീ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അങ്ങനെയൊക്കെ അപമാനങ്ങളുടെയും പരിഹാസത്തിന്റെയും മുമ്പിൽ നിന്ന് നീ വിളിക്കുമ്പോൾ, ഇരട്ടി ശക്തിയോടെ വിളിക്കുമ്പോൾ, അവൻ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും, നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരും. അല്ലെങ്കിൽ അവൻ ആ യാചകനെ വിളിച്ചതുപോലെ അവൻ നിന്നെ അവന്റെ അടുക്കലേക്ക് വിളിച്ച് ചേർത്ത് പിടിക്കും. എന്നിട്ട് ചോദിക്കും, എന്താണ് നിനക്ക് വേണ്ടത്? നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാ നീ ആഗ്രഹിക്കുന്നത്? ആ കർത്താവിനെ, ദൈവത്തെ പിടിച്ചു നിർത്തുവാൻ തക്ക രീതിയിൽ ഒന്ന് വിളിച്ച് അപേക്ഷിക്കാമോ? ഇരു കരങ്ങളും മുട്ടുവളയ്ക്കാതെ സ്വർഗത്തിലേക്ക് ഉയർത്തുക. നിന്റെ ദൈവത്തെയാണ് നീ വിളിച്ചപേക്ഷിക്കുന്നത്. നിന്റെ ഈ നിലവിളിയുടെ മുമ്പിൽ ദൈവം നിൽക്കണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ ചിന്തിച്ചാലും, നിന്റെ ഈ നിലവിളിയുടെ മുമ്പിൽ ദൈവം നിൽക്കുവാൻ ശക്തനെ. നീ ശക്തമായി നിന്റെ ഹൃദയത്തിൽ നീ നിലവിളിച്ചാൽ കർത്താവ് ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. നിന്റെ സന്നിധിയിലേക്ക് അവൻ ഇറങ്ങി വരും. 2300 അടി ആഴ്ചയിലേക്ക് ഭൂമിക്കടിയിലേക്ക് ഇറങ്ങി വന്നവൻ, ഓ ഓ വലിയ പാറക്കെട്ടിനെ തടഞ്ഞു നിർത്തിയവൻ, ടോയ്ലറ്റിനുള്ളിലേക്ക് ഇറങ്ങി വന്നവൻ. യേശുവേ ആരാധന. ഈശോയെ വിളിക്കാം, ഈശോയെ വിളിക്കാം. യേശുവേ, അവനെ പിടിച്ചു നിർത്തണം. നിന്റെ പ്രാർത്ഥന അവനെ പിടിച്ചു നിർത്തണം. യേശുവേ, ഈശോയെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. യേശുവേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, ഈശോയെ. കണ്ണുകൾ നിറയുമ്പോ എന്നെ കടന്നു പോകാതെ നമ്മുടെ കർത്താവ് എന്റെ നിലവിളി കേൾക്കുന്നവൻ, എന്റെ യേശു, യേശു എന്നെന്നും എൻ രക്ഷകൻ. ഹൃദയത്തോട് പറയുക, എന്റെ യേശു എന്നോട് ചേർന്ന് നിൽക്കുന്നു. യേശുവേ, യേശു നിങ്ങളൊന്ന് ഉയർത്തി വിളിക്കാമോ? യേശു യേശു, അവനാരിലും വലിയവൻ, എന്റെ ആവശ്യങ്ങളെക്കാൾ വലിയവൻ. യേശു യേശു, യേശു യേശു, അവനാരിലും മതിയായവൻ, എന്റെ രോഗങ്ങളെക്കാൾ വലിയവൻ എന്റെ യേശു. യേശു യേശു യേശു
നാഡി നരമ്പുകളെ സമർപ്പിക്കുക, നിന്റെ ഉദരത്തെ സമർപ്പിക്കുക, കൈകാലുകളെ സമർപ്പിക്കുക. സൗഖ്യപ്പെടുത്തുന്നവരായ കർത്താവ് ഇപ്പോൾ നിന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി